മകളെ നമസ്കാരം. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് അറേസ് തിയറത്തെക്കുറിച്ചാണ്. അതിന് മുന്നേ നമ്മൾ തൊട്ട് മുന്നേ സ്റ്റഡി ചെയ്തൊരു കാര്യം കൺവേർജൻസ് ഇൻ മെഷർ എന്ന ഒരു കൺസെപ്റ്റ്. യൂണിഫോംലി കൺവേർജൻ്റ് ആണെങ്കിൽ കൺവേർജൻസ് ഇൻ മെഷർ കിട്ടുന്നു. അതുപോലെ പോയിൻ്റ് വൈസ് കൺവേർജൻസിൽ എപ്പോഴാണ് കൺവേർജൻസ് ഇൻ മെഷർ കിട്ടുക? ഈയുടെ മെഷർ ഫൈനൈറ്റ് ആണെങ്കിൽ അവിടെയും കൺവേർജൻസ് ഇൻ മെഷർ കിട്ടും. ഇനി ഈയുടെ മെഷർ പക്ഷേ കൺവേർജൻസ് ഇൻ മെഷർ ഉണ്ടെന്ന് വിചാരിച്ച് തിരിച്ച് പോയിൻ്റ് വൈസ് കൺവേർജൻസ് കിട്ടാൻ നിർബന്ധമില്ല. അതിനുള്ളൊരു എക്സാമ്പിളായിരുന്നു ഈ ഇൻ്റർവെല്ലിൻ്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഈ എക്സാമ്പിൾ ഓക്കെ, ഈ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുള്ള എക്സാമ്പിൾ. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്, ഇപ്പോൾ കൺവേർജൻസ് ഇൻ മെഷറിൽ നിന്ന് പോയിൻ്റ് വൈസ് കിട്ടണം നിർബന്ധമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എഫ് എൻ കൺവേഴ്സ് ടു എഫ് കൺവേർജൻസ് ഇൻ മെഷർ ആണെങ്കിൽ എഫ് എൻ പോയിൻ്റ് വൈസ് കൺവേർജ് ചെയ്തില്ലെങ്കിലും എഫ് എന്നിൻ്റെ ഒരു സബ്സീക്വൻസ് പോയിൻ്റ് വൈസ് കൺവേർജ് ചെയ്യാം എന്നാണ് റേസ് തിയറം പറയുന്നത്. ഓക്കെ, അതാണ് തിയറം 4 എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സപ്പോസ് ചെയ്തു എഫ് എൻ ടെൻസ് ടു എഫ് converges in measure on E, then there is a subsequence fnk of fn that converges point wise almost everywhere on E to F. അപ്പോൾ fnk tends to F point wise almost everywhere on E എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ fn ടോട്ടലായിട്ടുള്ള സീക്വൻസ് പോയിൻ്റ് വൈസ് കൺവേർജ് ചെയ്യണമെന്നുള്ളതല്ല, പക്ഷേ അതിൻ്റെ ഒരു സബ്സീക്വൻസ് കൺവേർജ് ചെയ്തേക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ മോണോട്ടോൺ സബ്സീക്വൻസ് തിയറം എന്നൊരു തിയറം പഠിച്ചിട്ടുണ്ട് സീക്വൻസുകളുടെ കേസിൽ. അതായത് ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് മോണോട്ടോൺ ആവാതിരിക്കാം, പക്ഷേ എന്തായാലും അതിനൊരു സബ്സീക്വൻസ് മോണോട്ടോൺ ആവുന്നുണ്ടെന്ന്. അതുപോലെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സപ്പോസ് ചെയ്തു ഗിവൺ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ കൺവേർജസ് ടു എഫ് ഇൻ മെഷർ ഓൺ ഇ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെഫിനിഷൻ പ്രകാരം എന്താ പറയുന്നത്, ഏത് ഈറ്റ എടുത്താലും ഫോർ എവരി ഈറ്റ ഗ്രേറ്റർ ദാൻ 0 limiting measure of set of all x element of E such that f and k of x minus f of x greater than eta equal to 0. അതായത് ആ സെറ്റിൻ്റെ മെഷറിൻ്റെ ലിമിറ്റ് 0 ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കൺസെപ്റ്റിനെ നമ്മൾ വേറൊരു രൂപത്തിൽ ഇവിടെ സ്റ്റേറ്റ് ചെയ്യുകയാണ്. അതായത് എൻ കെ ബി എ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ദെൻ മെഷർ ഓഫ് such that measure of set of all x element of E such that fj of x minus f of x is greater than 1/k is less than 1/2 raised to k. നിങ്ങൾക്കറിയാം 1/2 raised to k tends to 0 as n tends to infinity ആണ്. അപ്പോൾ മെഷർ ഓഫ് ദാറ്റ് വാല്യൂ എവിടേക്ക് ടെൻഡ് ചെയ്യും? 0ലേക്ക് ടെൻഡ് ചെയ്യും. ആസ് 1/2 raised to k ഇൻഫിനിറ്റി പോകും. അപ്പോൾ k tends to infinity ആയിരിക്കണം. k tends to infinity ആകുമ്പോൾ nk tends to infinity ആയിരിക്കുമെന്ന് പ്രത്യേകം ഓർക്കുക. ഓക്കെ, അപ്പോൾ നൗ ഫോർ ഈച്ച്, അപ്പോൾ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഡെഫിനേഷനെ ഒരു വേറെ ഫോമാറ്റിലേക്ക് എഴുതിയത് മാത്രമാണ്. നൗ ഫോർ ഈച്ച് കെ ഡിഫൈൻ എ സെറ്റ് ഇ കെ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് മോഡ് എഫ് എൻ കെ മൈനസ് എഫ് ഗ്രേറ്റർ ദാൻ 1/k എന്നുള്ള സെറ്റ് കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 1-നേക്കാൾ കൂടുന്ന കേസ് കൺസിഡർ ചെയ്യുന്നു. E2 എന്ന് പറയുന്നത് 1/2-നേക്കാൾ കൂടുന്ന കേസ്. അപ്പോൾ നമുക്ക് കുറേ സെറ്റുകൾ കിട്ടുന്നു. E1, E2, E3 അങ്ങനെയുള്ള സെറ്റുകൾ കിട്ടുന്നു. ഓക്കെ, ഇനി ഓരോരുത്തരെയും മെഷർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ 1 പ്രകാരം മെഷർ ഓഫ് ഇ കെ ഷുഡ് ബി ലെസ് ദാൻ ആരായിരിക്കും? 1/2 raised to k ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ സം ചെയ്യുക എല്ലാ മെഷേഴ്സും കൂടിയിട്ട്. അപ്പോൾ എന്ത് കിട്ടും? സമ്മേഷൻ k varies from 1 to infinity 1/2 raised to k-നേക്കാൾ കുറവായിരിക്കും. ബട്ട് ഇറ്റ് ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് കോമൺ റേഷ്യോ 1/2, ഇറ്റ് മസ്റ്റ് കൺവേർജൻ. ആ വാല്യൂ എന്തായാലും കൺവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സമ്മേഷൻ വാല്യൂ ഫൈനൈറ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ ഒരു ചെയിൻ ഓഫ് മെഷറബിൾ സെറ്റ്സിൻ്റെ സമ്മിങ് മെഷർ ഫൈനൈറ്റ് ആണെങ്കിൽ അവർ ബോറൽ-കാൻഡലി തിയറം പ്രകാരം അതിനകത്തുള്ള മാക്സിമം പോയിൻറ്റ്സും ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സെറ്റിനുള്ളിൽ ഒതുങ്ങി നിൽക്കുകയായിരിക്കും. അതായത് ഔട്ടറിലൊന്നും അധികം ഉണ്ടാവില്ല എന്നാണ് അതിനർത്ഥം. ഈ കൺവേർജൻസിൻ്റെ പ്രത്യേകത ഉണ്ട്. ദെൻ ബൈ ബോറൽ-കാൻഡലി തിയറം almost all points of x in E which does not belongs to E case for k greater than or equal to k of x. അതായത് ഒരു പർട്ടിക്കുലർ ഇപ്പോൾ 10ാമത്തെ k of x equal to 10 ആണെങ്കിൽ 10th ടേമിന് ശേഷമുള്ള സെറ്റുകളിലൊന്നും ഈ എക്സ് എന്ന പോയിൻ്റ് ഉണ്ടാവണമെന്നില്ല. ഇനിയിപ്പോൾ വേറൊരു y എന്ന പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ 10th ടേം മുതലായിരിക്കണമെന്നില്ല, 20th ടേമോ 100th ടേം മുതലോ അതുണ്ടായിരിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇ കെയുടെ ഡെഫിനേഷൻ പ്രകാരം ഉണ്ടെങ്കിൽ ഗ്രേറ്റർ മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1/k ആയിരിക്കും. അപ്പോൾ ഇ കെകളിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം മോഡ് എഫ് എൻ കെ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഷുഡ് ബി അതിൻ്റെ കോംപ്ലിമെൻറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/k ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, അത് ഇ കെയുടെ ജസ്റ്റ് ഡെഫിനേഷൻ മാത്രമാണ്.
ശരിക്കും ഇപ്പോൾ എന്താ അതിനർത്ഥം? ഒരു പർട്ടിക്കുലർ ടേമിന് ശേഷമുള്ള എല്ലാ എഫ് എൻ കെ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ വിലയും ലെസ് ദാൻ സം എപ്സിലോൺ എന്ന രൂപത്തിലേക്കായി. ദാറ്റ് മീൻസ് വിച്ച് ഈസ് കൺവേർജൻ്റ് എന്ന് കിട്ടി. ദിസ് ഇസ് ട്രൂ ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ ആണ്. ദോർ ഈ എഫ് എൻ കെ എന്ന് പറയുന്ന സീക്വൻസ് ആരിലേക്ക് കൺവേർജ് ചെയ്യുന്നു? എഫിലേക്ക് പോയിൻറ്റ് വൈസ് ആയിട്ട് കൺവേർജ് ചെയ്യുന്നു. കാരണം എക്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് പോയിൻറ്റ് വൈസ് കൺവേർജൻസ്. അപ്പോൾ എഫ് എൻ എഫിലേക്ക് പോയിൻറ്റ് വൈസ് കൺവേർജ് ചെയ്യണം നിർബന്ധമില്ല. പക്ഷേ അത് കൺവേർജൻസ് ഇൻസ് മെഷർ ആണെങ്കിൽ ഒരു സബ്സീക്വൻസ് എങ്കിലും എവിടേക്ക് കൺവേർജ് ചെയ്യുന്ന പറഞ്ഞത്? എഫിലേക്ക് പോയിൻറ്റ് വൈസ് ആയിട്ട് കൺവേർജ് ചെയ്യും. അതാണ് ഈ റേസ് തിയറം പറയുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് തിയറം നമ്മളോട് പറയുന്നത് കൊറോളറി 5. എഫ് എൻ ബി എ സീക്വൻസ് ഓഫ് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻസ് and limit n tends to infinity integral over fn equal to 0 if and only if fn tends to 0 in measure on E and fn uniformly collection fn is uniformly integrable and tight over E. ഒരു കൊറോളറി 2 നമ്മളോട് പറഞ്ഞിരുന്നു. കൊറോളറി 2 എന്താണെന്ന് നോക്കാം. കാരണം അത് ഇത് തമ്മിൽ വളരെയധികം ബന്ധമുള്ള ഒരു കൊറോളറി 2 പറയുന്നത് എച്ച് എൻ നോൺ നെഗറ്റീവ് ആണ്. എച്ച് എൻ ടെൻസ് ടു 0 പോയിൻറ്റ് വൈസ് ഓൾമോസ്റ്റ് എവരിവെയർ തന്നിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് ഓഫ് ദി ഇൻറ്റഗ്രൽ ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് കളക്ഷൻ എച്ച് എൻ ഈസ് യൂണിഫോംലി ഇൻറ്റഗ്രബിൾ ആൻഡ് ടൈറ്റ് ഓവർ ഇ. അപ്പോൾ ഇവിടെ എച്ച് എൻ ടെൻസ് ടു 0 എന്ന് പറയുന്നത് ഗിവൺ കണ്ടീഷനാണ്. പോയിൻറ്റ് വൈസ് കൺവേർജൻസ് ഗിവൺ കണ്ടീഷനാണെങ്കിൽ ലിമിറ്റ് ഓഫ് ദി ഇൻറ്റഗ്രൽ ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് സീക്വൻസ് എച്ച് എൻ യൂണിഫോംലി ഇൻറ്റഗ്രബിൾ ആൻഡ് ടൈറ്റ് ഓവർ ഇ. ഓക്കെ. പക്ഷേ ഇവിടെ നമ്മുടെ നിലവിൽ കൊറോളറി 5 നമുക്ക് പോയിൻറ്റ് വൈസ് കൺവേർജൻസ് ഗിവൺ കണ്ടീഷനല്ല. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പോയിൻറ്റ് വൈസ് കൺവേർജൻസ് ഗിവൺ കണ്ടീഷനല്ല. പകരം ലിമിറ്റ് ഓഫ് ഇൻറ്റഗ്രൽ ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് കൺവേർജൻസ് മെഷറിനെ വെച്ചാണ് ഈ റിസൾട്ട് കൊറോളറി 5 പറഞ്ഞത്. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്ത് വേണം പഠിക്കാൻ. പക്ഷേ ഇവിടെ എന്തുകൂടിയുണ്ട്? നിലവിൽ എഫ് എൻ യൂണിഫോംലി ഇൻറ്റഗ്രബിലിറ്റിയും ടൈറ്റ് ഓവർ ഈ കണ്ടീഷൻസുമുണ്ട്. പ്രത്യേകം ഓർക്കുക. ഓക്കെ. അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സപ്പോസ് ചെയ്യുന്നു ഇൻറ്റഗ്രൽ ഓവർ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ ഓവർ എഫ് എൻ ഈക്വൽ ടു 0. 3 കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം. എഫ് എൻ 0ലേക്ക് ടെൻഡ് ചെയ്യുന്നു മെഷറായിട്ടും, എഫ് എൻ യൂണിഫോംലി ഇൻറ്റഗ്രബിളും ടൈറ്റ് ഓവർ ചെയ്യുകയാണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ. പക്ഷേ കൊറോളറി 2 പ്രകാരം ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ ഓവർ എഫ് എൻ 0 ആണെങ്കിൽ നമുക്ക് എഫ് എൻ്റെ യൂണിഫോം ഇൻറ്റഗ്രബിലിറ്റിയും ടൈറ്റ് ഓവർ ചെയ്യും ഡയറക്റ്റ് തന്നെ കിട്ടുന്നു. പിന്നെ നമുക്ക് ആകെ പ്രൂവ് ചെയ്യേണ്ടത് സീക്വൻസ് എഫ് എൻ ടെൻസ് ടു 0 മെഷർ ഓൺ ഇ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ മെഷർ ഓഫ് ഇ പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു ഈറ്റ എടുക്കണം. അതിന് നമ്മൾ ഈറ്റ ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൺ. ഇനി ചെബിഷെഫ് ഇനിക്വാളിറ്റി ലാംഡയ്ക്ക് വേണ്ടി ഇവിടെ ഈറ്റ ഉപയോഗിക്കുകയാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫോർ ഈച്ച് നാച്ചുറൽ ഇൻഡെക്സ് എൻ മെഷർ ഓഫ് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് എഫ് എൻ ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഈറ്റ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ എഫ് എൻ. എഫ് എൻ സീക്വൻസ് ഓഫ് നോൺ നെഗറ്റീവ് കേസിലാണ് ചെബിഷെഫ് അപ്ലൈ ചെയ്യുക. അവിടെ എഫ് എൻ നോൺ നെഗറ്റീവ് സീക്വൻസ് ഓഫ് മെഷറബിൾ ഫങ്ഷൻസ് ആണ്. അതുകൊണ്ട് ചെബിഷെഫ് ഇനിക്വാളിറ്റി അപ്ലിക്കബിൾ ആണ്. അപ്പോൾ മെഷർ ഓഫ് ദാറ്റ് സെറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/η എന്നാണെങ്കിൽ മെഷർ ഈസ് ആൾവേസ് ഗ്രേറ്റർ ഈക്വൽ ടു 0 ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിന് ശേഷം നമുക്ക് എൽ എച്ച് എസിനും മിഡിൽ ടേം ഒഴികെ ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിൽ ലിമിറ്റ് 0 ആണ്, ഓൾറെഡി തന്നിട്ടുണ്ട്. ലെഫ്റ്റ് ഓൾറെഡി 0 ആയതുകൊണ്ട് അത് 0 ആയിരിക്കും. സ്ക്വീസ് പ്രിൻസിപ്പിൾ ഓർ സാൻഡ്വിച്ച് തിയറം പ്രകാരം മിഡിൽ ടേമിൻ്റെ ലിമിറ്റും 0 ആയിരിക്കും. ഓക്കെ. അപ്പോൾ അതിനർത്ഥം എന്ത് കിട്ടി? ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് എഫ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഈറ്റ ഈക്വൽ ടു 0. അതിനർത്ഥം മോഡ് എഫ് എൻ മൈനസ് 0 ഗ്രേറ്റർ ദാൻ ഈറ്റയുടെ വാല്യൂ 0ലേക്ക് പോകുന്നതാണ്. അപ്പോൾ കൺവേർജൻസ് മെഷർ തന്നെയാണ്. ദോർ എഫ് എൻ ടെൻസ് ടു 0 ഇൻ മെഷർ ഓൺ ഇ. ഓക്കെ. ഇത് തിരിച്ച് പ്രൂവ് ചെയ്യുക. തിരിച്ച് പ്രൂവ് ചെയ്യണമെങ്കിൽ കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് എഫ് എൻ ടെൻസ് ടു നമുക്ക് എന്ത് കൊടുക്കണം? 0 ഇൻ മെഷർ. പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എഫ് എൻ ടെൻസ് ടു 0 ഓൺ മെഷർ ആൻഡ് എഫ് എൻ യൂണിഫോംലി ഇൻറ്റഗ്രബിളും ടൈറ്റ് ഓവർ ചെയ്യുവാണ്. വി നീഡ് ടു പ്രൂവ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ ഓവർ എഫ് എൻ ഈക്വൽ ടു 0. ഇൻറ്റഗ്രൽ സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ കോൺട്രറി മെത്തേഡാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പോൾ എക്സ് എൻ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ എഫ് എൻ എന്നൊരു സീക്വൻസ് ആയിട്ട് എടുത്തു. അതിൻ്റെ ലിമിറ്റ് എക്സ് ആയിട്ട് എടുത്തു. ഇഫ് പോസിബിൾ ലെറ്റ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ ഓവർ എഫ് എൻ നോട്ട് ഈക്വൽ ടു 0. അതായത് എക്സ് എൻ ഡസ് നോട്ട് ടെൻസ് ടു 0 എന്നർത്ഥം. ഒരു സീക്വൻസ് എക്സ് എൻ ടെൻസ് ടു എക്സ് ആണെങ്കിൽ മീൻ ചെയ്യുന്നത് എന്താണ്? എ സീക്വൻസ് എക്സ് എൻ ടെൻസ് ടു എക്സ് മീൻസ് എവരി സബ് സീക്വൻസ് കൺവേർജസ് ടു ദാറ്റ് പോയിൻ്റ് എന്നാണ്.
ഇനി അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ ഇഫ് എക്സ് എൻ ഡസ് നോട്ട് ടെൻസ് ടു എക്സ് പറഞ്ഞ അർത്ഥം എന്താണ്? വൺ ഓഫ് ദി സബ്സീക്വൻസ് ഡസ് നോട്ട് ടെൻസ് ടു എക്സ് ആണ്. ഏതോ ഒരു സബ്സീക്വൻസ് എവിടേക്ക് പോവില്ല? സീറോയിലേക്ക് പോവില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഇൻ്റഗ്രൽ ഓവർ എഫ് എന്നിൻ്റെ ഒരു സബ്സീക്വൻസ് എവിടേക്ക് പോവില്ല? സീറോയിലേക്ക് പോവില്ല. ദാറ്റ് മീൻസ് ദർ എക്സിസ്റ്റ് എ സബ്സീക്വൻസ് എഫ് എൻ കെ ഓഫ് എഫ് എൻ ആൻഡ് എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ സീറോ ഫോർ വിച്ച് ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ കെ -0 എന്ന് കൂടിയുണ്ട്. അവിടെ ഒരു മോഡ് എന്ന് എഴുതാം. മോഡ് ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ കെ -0 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഫോർ എവരി എൻ കെ. അത് സീക്വൻസിൻ്റെ കൺവേർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഒരു സബ് സീക്വൻസ് ഇങ്ങനെ അതിലേക്ക് പോവില്ല എന്ന് പറയുന്ന റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് -1 ഒരു സീക്വൻസാണ്. അത് 1ലേക്കും പോവില്ല, -1ലേക്കും പോവില്ല. അപ്പോൾ 1ലേക്ക് പോവില്ല എന്ന് പറയാൻ കാരണം -1 എടുത്താൽ ഓഡ് സീക്വൻസാണ്. -1 അത് കോൺസ്റ്റൻറ്റ് സീക്വൻസാണ്, -1ലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് 1ലേക്ക് പോവില്ല. അപ്പോൾ ഒരു സബ് സീക്വൻസെങ്കിലും അതിലേക്ക് പോകാത്ത കിട്ടും. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ സീറോയിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിൻ്റെ ഒരു സബ് സീക്വൻസ് സീറോയിലേക്ക് പോകുന്നില്ല. ആ സബ് സീക്വൻസാണ് ഇവിടെ ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ കെ കിട്ടണമെങ്കിൽ ഒരു എഫ് എൻ കെ വേണ്ടല്ലോ, അതാണ് ഇവിടെ ഉപയോഗിച്ചത്. ഇനി നമുക്ക് എഫ് എൻ കെ കൺവേർജൻസിൻ മെഷറാണ് തന്നിട്ടുണ്ട്. തൊട്ട് മുന്നിലെ തിയറം ഫൊറേസ് തിയറം പ്രകാരം എഫ് എൻ കെയുടെ ഏതൊരു സബ് സീക്വൻസ് എന്ത് ചെയ്യും എന്നറിയാം, നമുക്ക് പോയിൻറ്റ് വൈസ് കൺവേർജ് ചെയ്യുന്നറിയാം. ഓക്കെ, അപ്പോൾ ഈ തൊട്ട് മുകളിലുള്ള എഫ് എൻ കെ പോയിൻറ്റ് വൈസ് കൺവേർജ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു എററുണ്ട് ഈ എഴുതിയതിൽ. എഫ് എൻ കെ ഓഫ് എഫ് എൻ ആൾസോ കൺവേർജസ് ടു എഫ് പോയിൻറ്റ് വൈസ് ആൾമോസ്റ്റ് എവറി. അപ്പോൾ നമുക്ക് എഫ് എൻ കെ പോയിൻറ്റ് വൈസ് കൺവേർജ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും എഫ് എൻ കെയും കൺവേർജ് ടു സീറോ ഇൻ മെഷർ തന്നെയാണ്. അതായത് എഫ് എൻ കൺവേർജ് ടു സീറോ ഇൻ മെഷർ ആണെങ്കിൽ സബ് സീക്വൻസും കൺവേർജ് സീറോ ഇൻ മെഷർ ആയിരിക്കും. അപ്പോൾ അയാളുടെ എഫ് എൻ കെയുടെ ഏതോ ഒരു സബ് സീക്വൻസ് എന്ത് ചെയ്യും? പോയിൻറ്റ് വൈസ് കൺവേർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഈ എഫ് എൻ കെ തന്നെയാണെന്ന് ചൂസ് ചെയ്യാൻ. ഓക്കെ, ആക്ച്വലി എഫ് എൻ കെ തന്നെ അങ്ങനെ ആവണം. കാരണം എഫ് എൻ കെ തൊട്ട് മുകളിൽ ഉപയോഗിച്ചിട്ടുള്ള ഇൻ്റഗ്രൽ എഫ് എൻ കെ 0ലേക്ക് പോകുന്നില്ല എന്ന് പറയുന്ന എഫ് എൻ കെ ആണ്. ആ എഫ് എൻ കെ തന്നെ പോയിൻറ്റ് വൈസ് കൺവേർജ് ചെയ്യണം നിർബന്ധമില്ല. പക്ഷേ ആ എഫ് എൻ കെയുടെ ഒരു സബ് സീക്വൻസ് എങ്കിലും അത് ചെയ്യും. അപ്പോൾ അതിനെ തന്നെ ഇറ്റ് സെൽഫായിട്ട് ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എഫ് എൻ കെ എന്തുകൂടി ഇവിടെ ചെയ്യുന്നു എന്ന് പറയുന്നു, പോയിൻറ്റ് വൈസ് കൺവേർജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ എഫ് എൻ കെ സീറോയിലേക്ക് പോകുന്നില്ല, കൂടാതെ എഫ് എൻ കെ എവിടേക്ക് പോകുന്നുമുണ്ട്? സീറോയിലേക്ക് പോകുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ എഫ് എൻ കെ സീറോയിലേക്ക് പോയിൻറ്റ് വൈസ് കൺവേർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ തന്നിട്ടുണ്ട് ഓൾറെഡി? എഫ് എൻ യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആൻഡ് ടൈറ്റ് ഓവർ ഇ. എഫ് എൻ യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആൻഡ് ടൈറ്റ് ഓവർ ഇ ആൻഡ് എഫ് എൻ കെ ഈസ് എ സബ് സീക്വൻസ്, ദെൻ ദാറ്റ് സബ് സീക്വൻസ് എഫ് എൻ കെ ഈസ് ആൾസോ യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആൻഡ് ടൈറ്റ് ഓവർ ഇ. അപ്പോൾ എഫ് എൻ കെയുടെ പ്രത്യേകത ഇറ്റ് ഈസ് യൂണിഫോംലി ഇൻ്റഗ്രബിൾ, കളക്ഷൻ എഫ് എൻ കെ ഈസ് യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആൻഡ് ടൈറ്റ് ഓവർ ഇ ആൻഡ് വിച്ച് ടെൻസ് ടു സീറോ പോയിൻറ്റ് വൈസ് ആൾമോസ്റ്റ് എവരിവർ. ഇനി ഇയുടെ മെഷർ ഫൈനൈറ്റ് ആണെങ്കിലും അല്ലെങ്കിലും ജനറൽ വിറ്റലി തിയറം പ്രകാരം ലിമിറ്റ് ഓഫ് ദി ഇൻ്റഗ്രൽ ഓഫ് ദി ലിമിറ്റും ഇൻ്റർചേഞ്ച് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ലിമിറ്റ് ടെൻഡൻസ് ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ കെ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എഫ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാം. ഓക്കെ, ദിസ് ഇംപ്ലൈസ് ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എന്താണ്? ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ ആൻഡ് സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ കെ -0 ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. അപ്പോൾ ഇപ്പോൾ ഒരു ഈ ഇക്വേഷനിൽ ഇതിനർത്ഥം എന്താ? ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ കെ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഏത് എപ്സിലോൺ എടുത്താലും ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടുക. പക്ഷേ ഇക്വേഷൻ 1ൽ നോക്കൂ, ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സം എപ്സിലോൺ നോട്ട് എന്ന് കിട്ടി. അതായത് ഇപ്പോൾ കിട്ടിയത് 1ന് കോൺട്രഡിക്ഷനാണ്. അപ്പോൾ 1 കിട്ടാൻ കാരണം ഞാൻ പറഞ്ഞത് ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ ഡസ് നോട്ട് ടെൻസ് ടു 0 എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ മസ്റ്റായിട്ട് ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ എവിടേക്ക് ടെൻഡ് ചെയ്യും? 0ലേക്ക് ടെൻഡ് ചെയ്യും. ഓക്കെ, വളരെ രസകരമായ ഒരു റിസൾട്ടാണെന്ന് ഓർക്കുക.